ഞെട്ടിച്ചുകൊണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മുക്ക. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ എം.ടി. സാറിന്റെ തിരക്കഥയിലാണ് അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരനായിരുന്ന മമ്മുക്ക ആദ്യമായി സിനിമയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിൽ വരുന്നത്. അതിനുശേഷം അടങ്ങാത്ത തൃഷ്ണയോടെ എം.ടി. സാറിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് തൃഷ്ണയിലൂടെ, പിന്നീട് അടിയൊഴുക്കിലൂടെ, വടക്കൻ വീരഗാഥയിലൂടെ, പഴശ്ശിരാജയിലൂടെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ, എം.ടി. സാറിന്റെ തിരക്കഥയിലുണ്ടായ കഥാപാത്രങ്ങളെ അപ്രവാളികളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എക്കാലവും വിസ്മയം പൂർത്തിയാക്കുന്ന ക്ലാസിക്കുകളായി നമുക്ക് നൽകിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനമുള്ള മമ്മുക്കയെ ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് എം.ടി. സാറിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മമ്മുക്ക, പ്ലീസ്. പൊതുവേറ്റവും സഭാംഗമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായാഹ്നമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകും. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കുന്നത് മലയാള ഭാഷയെ സംബന്ധിച്ച് മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം.ടിയോട് അടുപ്പമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത, അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ, എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ്, അത് വായിച്ചിരിക്കുന്നു. ഇനി അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്, അപ്പം പറ്റി ഞാൻ ഫോൺ എടുത്തപ്പോഴെങ്കിലും വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ്, ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാണ്. ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു. എന്നെ കൂടെ അത്ര വായിക്കുമ്പോൾ ഇത്രയോടെ ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്. സാഹിത്യ രംഗത്ത് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, എത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ കടുകണ്ണാവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ്. അവളുടെ ഓർമ്മയ്ക്ക്, അല്ലേ, ഇതിൻ്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാൻ യുദ്ധത്തിൽ കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ, ഒരു പൂർണ്ണ സിനിമയായിട്ട് 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിൽ സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ സമീപിച്ചവർക്ക് അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു വൈകൽ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടും. അതാണ് കടുകണ്ണാവ നിന്റെ ഓർമ്മയ്ക്ക്. അതിന് കടുകണ്ണാവ നമ്മൾ കേട്ടില്ല. ഞങ്ങളിത് ഇന്ത്യയുടെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിന് 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമ. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ സിനിമ പലരും എം.ടിയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത്, തറവാടും വിദേശത്ത് പോയ അച്ഛനുമൊക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി
വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം തന്നെ. അത് എംടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന് മുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എംടിയാണ് അതിൻ്റെ കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറക്കി. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ എംടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട്, ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. 2 ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. അതായത് കഥ വായിക്കുക, ഒരു കഥ ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ ഒരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു TV-യിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീങ്ങുന്നത്. അതിന് ഇത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ ആദ്യ സംരംഭം പോലെയാണ്. എനിക്ക് പ്രായം ആയിട്ടില്ല, എനിക്ക് 1 വർഷം കൂടെ ആയി. അത്രയും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തേയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ MT വാസുദേവൻ നായരുടെ 91ാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം. MTയുടെ ഒരു കഥാപാത്രമെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനും ഉണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് MT സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ MT സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുള്ളൂ. അപ്പം അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ, സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഞാൻ അതിന് MT സാറിനോടും സന്തോഷ് ശിവനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. MT സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു. ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരഥങ്ങളെന്ന ഈ ആന്തോളജി ഫിലിം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. സർ, എൻ്റെ പിറന്നാൾ ആശംസിക്കുന്നു. അടുത്തതായി അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയുടെ സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ തന്നെ തിലകക്കുറിയുമായ സന്തോഷ് ശിവൻ സാറിനെ നമ്മൾ നമ്മുടെ ഒരു സ്നേഹാദരം അർപ്പിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി ചീഫ് മാസ്റ്റർ ഓഫീസർ സൗത്ത് ശ്രീ ഷിജു പ്രഭാകരനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സന്തോഷ് ശിവൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്, പക്ഷെ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിടാൻ സാധിക്കുകയില്ല. മിസ്റ്റർ ഷിജു, പ്ലീസ് കം ആൻഡ് ജോയിൻ us for the honoring ceremony. സന്തോഷ് ശിവൻ സാറിനെ അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ്. Mr. Shiju Prabhakaran, Chief Master Officer South, will now give the memento for Santosh Shivan sir. C. Finance ചേർന്ന് ഒരുക്കുന്ന
മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ അഭയം തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ്. സർ, 2 വാക്ക് MT സാറിന് വേണ്ടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. C5 നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു ആന്തോളജി MT സാറിന്റെ തൂലികയിൽ സാറിനെ വായിക്കാത്ത മലയാളികളില്ല. എൻ്റെ ബാല്യ കൗമാരങ്ങളെ സമൃദ്ധമാക്കിയത് നാലുകെട്ടും കാലം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ കൃതികൾ തന്നെയാണ്. സിനിമയിലേക്ക് എത്തിയപ്പോൾ ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ MT സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ള ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത, അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നത് തന്നെയാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അതിന് കാരണക്കാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ വിജയകുമാറാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചത് ജൂലിയസ് സീസർ ചെയ്യാമെന്നാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവുമുണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷെ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MT സാർ തന്നെയാണ് നിർദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സദയത്തിലേക്ക് എത്തുന്നത്. സദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴും സാർ വരാറുണ്ട്, പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ ഞാൻ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെയുള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മെട്രാസിൽ കാണാനുണ്ട് അദ്ദേഹം എത്തിയപ്പോഴും. അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ പോലെ നീക്കിയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോകുക, അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകണം. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സന്തോഷം നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി സംവിധായകനായും എഴുത്തുകാരനായും മലയാള സിനിമയിലെ അനേകം സംഘടനകളുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് മലയാള സിനിമയെ മുന്നോട്ട് നയിക്കുന്ന നമസ്കാരം. മലയാളത്തിൻ്റെ സുഹൃതമായ MT വാസുദേവൻ നായർ സാറാണ്
ജന്മദിനാശംസകൾ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിന് ജന്മദിനാശംസകൾ നേരുകയാണ്. എം.ടി. സാറിൻ്റെ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം ആയിരക്കണക്കിന് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശകർ, ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്തിൻ്റെ ആർക്കിടൈപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് എം.ടി. വാസുദേവൻ എന്നാണ്. നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വിഷയമാക്കിയത്. ഒറ്റപ്പെടുന്നവരുടെ, ഏകാകികളുടെ, തിരസ്കൃതരുടെ ഒക്കെ ജീവിത പരിസ്ഥിതിയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. തനിക്ക് ഏറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ എം.ടി. എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നീളാനദി കാണും, യമുന, എനിക്ക് തോന്നുന്നു ഗംഗ നദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു. അതുവരെ അദ്ദേഹത്തിന് നിളയുടെ പരിസരങ്ങളും വിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല. അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം മൂഴം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന, എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു എം.ടി. വാസുദേവനാരുടെ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്നതിൽ. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ C5 ചേർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ 9 സിനിമകളുടെ സമാഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ, അതിൽ വെറ്ററൻ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷിനെയും പോലുള്ള പുതിയ തലമുറയിലെ ആളുകൾ വരെയുണ്ട്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ഫഹദ്, ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീനടന്മാർ, അപർണ, പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നടീനടന്മാരും ഏറ്റവും മികച്ച സംവിധായകനും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്തോളജി അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. I wholeheartedly want to express my gratitude to Saregama for making possible this dream, and the whole industry will be indebted to you forever for making this possible. And I am also expressing my gratitude to C5 to support the project. Thank you so much, Team Saregama and Team C5. അവസാനമായി പറയാനുള്ളത്, എം.ടി. സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എം.ടിക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകളിൽ കയറ്റുമ്പോൾ മടക്ക തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ K.P. അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ എം.ടി. വാസുദേവൻ നായരായിരുന്നു.
എന്നെപ്പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്. ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അരിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ പ്രായം മറ്റാരേക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന MT വാസുദേവൻ നായരുടെ നിലപാടുകൾക്ക് കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പി ഉണ്ണികൃഷ്ണൻ സർ. അടുത്തതായി ആദ്യമായി വാസുവേട്ടന് പിറന്നാൾ ആശംസകൾ. എല്ലാവരും MT സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എന്താണ് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാകും പലർക്കും. പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥം ഇതിൻ്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ. അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി MT സാറിന്റെ തിരക്കഥകളിൽ നമ്മൾക്കായി ഒരുക്കിയിട്ടുള്ളത് ശ്രീ ശ്യാമപ്രസാദ് സർ. തികച്ചും അഭിമാനകരമായിട്ടുള്ള സന്ദർഭം തന്നെയാണ്. ഏറ്റവും പ്രതിഷ്ഠതയിലുള്ള ചലച്ചിത്ര പ്രതിഭകളോടൊപ്പം അഭിനേതാക്കളോടൊപ്പം ചെറുകഥ എന്ന ഒരു ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള, അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത്, അതും മലയാള ചെറുകഥയിലെ ഏറ്റവും ഉന്നത ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീ MT വാസുദേവൻ നായരുടെ ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ കഥ, തിരക്കഥ ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ. ഇതിന് പ്രത്യേകത കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണം നോക്കാം. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു അവസരം സമ്മാനിച്ചതിന് ന്യൂസ് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടും പിന്നീട് സരിഗമ, അതുപോലെ ഇന്ന് ഇത് നമുക്ക് മുമ്പിലെത്തിക്കുന്ന പ്രേക്ഷകർ മുമ്പിലെത്തിക്കുന്ന Z5 പ്ലാറ്റ്ഫോമിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ശ്രീ P രാജീവ് സർ. ബഹുമാന്യരെ, വാക്കുകളും വിശേഷണങ്ങളും തീർത്തും അപ്രസക്തമാക്കുന്ന വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ വാസുവേട്ടൻ, പ്രിയപ്പെട്ട MT. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് MT എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. എഴുത്തിലും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. നിരന്തരം നവീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന MT വായനയിൽ അതിനേക്കാളേറെ ചെറുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 9 തിരക്കഥകൾ മലയാളത്തിൻ്റെ മഹാന്മാരായ സംവിധായകരാൽ, 9 മഹാന്മാരായ നടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതിയെയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് മുൻപിൽ നമ്മൾ എന്നും സ്വപ്നം കാണുന്നത്
ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സിനിമ, ഒരുപാട് സിനിമ 97 സിനിമകളും അടുപ്പിച്ച് ചെയ്ത് ഞാനിവിടെ എത്തിയത്. പക്ഷേ ഈ മൂമെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ MT വാസുദേവൻ നായർ പ്രിയദർശൻ എന്നൊരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് സാധിച്ചില്ല. പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നത് ഈശ്വരൻ കൊണ്ടുതന്നൊരു ചാൻസായിട്ടാണ് ഞാൻ കാണുന്നത്. എനിവേ അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സിൽ നിറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് ശിലാലിഖിതങ്ങൾ, ഒന്ന് ഓടവും തീരുന്നു. ഓടവും തീരുന്നുള്ള സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓടവും തിരവും എന്നുള്ളൊരു തിരക്കഥ വായിച്ചിട്ടാണ്. അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത്. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവീസിനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പിറന്നാൾ സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ. ലെറ്റ്സ് സീ ദാറ്റ് ഓൺ സ്ക്രീൻ. MT സാറിനോടൊപ്പം എല്ലാ വിശിഷ്ട വ്യക്തികളോടുമൊപ്പം മലയാള സാഹിത്യത്തിന്റെയും സിനിമയുടെയും തിലകക്കുറിയായ ശ്രീ MT വാസുദേവൻ നായർ സാറിന്റെ 91ാം ജന്മദിനം മനോരഥങ്ങൾ എന്ന ഈ ഒരു മനോഹര വേദിയിൽ, താരനിബിഡമായ ഈ ഒരു വേദിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പിറന്നാളിനും നമ്മൾ പിറന്നാളുകാരന് അങ്ങോട്ടാണ് ഒരു സമ്മാനം കൊടുക്കുക. പക്ഷേ MT സാർ അദ്ദേഹത്തിന്റെ മനോഹരമായ തൂലിക തന്നെ ശ്രീ ഇന്ദ്രജൻ ആൻഡ് ആസിഫ് അലി 3 പേരെയും ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പേരും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ 3 പേരുടെയും മുഖത്തൊരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മലയാളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും MT വാസുദേവൻ നായർ സാറുടെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അഭ്രവാടിയിൽ ജീവിക്കുക എന്നുള്ളത്. ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള 3 പേര് ഇവിടെയുണ്ട്. സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്റ്റിലൂടെയുള്ള അനുഭവം MT സാറിന്റെ കഥാപാത്രങ്ങളായി അഭിനയിച്ചപ്പോൾ, ജീവിച്ചപ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോഴുള്ള അനുഭവം പ്രേക്ഷകരോട് ആദ്യം തന്നെ വിജിറ്റേട്ടൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് MT സാറിന്റെ പിറന്നാൾ ആശംസ. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു MT സാറിന്റെ ഒരു സിനിമയുടെ ഭാഗമാണെന്ന്. നടക്കില്ലെന്ന് അറിയില്ലായിരുന്നു. ദൗർഭാഗ്യം പോലെ ഇത്രയും സാറിലൂടെ സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് ഡിസൈൻസിലേക്ക് കാണാൻ കഴിയും, അവരോടൊരു വേദി പങ്കിടാൻ കഴിയും. ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. അത്രയും ലെൻസിനോട് ഒരുപാട് ഭാഗ്യം, സന്തോഷം. നമസ്കാരം MT സാർ, പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. MT സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച 2ാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു.
അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാര്. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളുടെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. MT സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡന്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാർ തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോൾ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് വന്നിരിക്കുന്നത്. അത് അഭിനയിക്കാൻ സാധിച്ചു. സോ ഒന്നല്ല, 2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് അശ്വതിയാണെങ്കിലും സുധീരാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യം, ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സാർ. എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു, പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു ലീല. ആസിഫ്. എല്ലാവർക്കും നമസ്കാരം. പിറന്നാൾ ആശംസകൾ MT സർ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി MT സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിന് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം സാറിന്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും ആസിഫ്. അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 3 താരങ്ങളെ വേദിയിൽ നിൽക്കുമ്പോൾ ഇവരോടൊപ്പം ചേരാൻ വേണ്ടി I'd like to request Mr. Manish Kalra, Chief Business Officer, C5 India, to come and join these gentlemen here. Namaskara everyone. Today I just came to thank you all from my heart. Thank you everyone in the room, everyone who speaks Malayalam in India or across the world. We're privileged that ZEE5 has seen huge growth in Malayalam. It's one of the fastest growing languages for ZEE5. And also, like Melissa mentioned, languages are a foray. So almost more than 50% of our viewership right now is in regional languages which are non-Hindi. So thank you again. Thanks to the entire regional industry. We're privileged and I feel honored standing before a legendary MT sir and the stalwarts of the entire Malayalam industry. It's an honor to announce that Manorathang is coming on ZEE5 on 15th of August, and we are happy and super excited to launch Manorathang with everyone in this room. So keep supporting ZEE5 and let's make Manorathang a big success. Thanks so much. ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് മലയാള സിനിമയ്ക്ക് മുൻപിൽ, ഇന്ത്യൻ സിനിമയ്ക്ക് മുൻപിൽ ZEE5-ലൂടെ സരിഗമപ ഒരുക്കിയിരിക്കുന്ന മനോരഥങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. ആൻഡ് 4 പേരും ചേർന്ന് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് മനോരഥങ്ങളുടെ ട്രെയിലർ പ്രേക്ഷകർ മുമ്പും പ്രിയദർശൻ സാറിന്റെ സംവിധാനത്തിലാണ് ഇദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. റവന്യൂ സ്വീകരിച്ചുകൊണ്ട് ഹരീഷ് സാർ 2 വാക്ക് സംസാരിക്കും. സംസാരം നീണ്ടുപോകുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമയം വളരെ പ്രധാനമാണ്. എങ്കിലും പറയാൻ പറഞ്ഞതുകൊണ്ട് MT സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം കാർത്തികൻ്റെ മണിപ്പുര എന്നുള്ള ഒരു പുസ്തകം. അതിൽ എങ്ങനെയാണ് ഒരു കഥ ഉണ്ടാകുന്നത് എന്ന് നിരവധി പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്ന ഒരു ചെറുപ്പത്തിലുള്ളൊരു കാലത്തെ വർണ്ണിക്കുന്നുണ്ട്. കുടുക്കില്ലാത്ത ട്രൗസറിൽ വാഴനാല് കുടുക്കി നിർത്തി ഓടുന്ന ഒരു കാലം, അങ്ങനെയുള്ളൊരു പയ്യൻ. അദ്ദേഹം തന്നെയാണ് ആ കുട്ടിക്കാലം. ഏതാണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാനൊക്കെ MT സാറിനെ അറിയാൻ
സിനിമകളിലൂടെ കാണാൻ തുടങ്ങിയത്. അന്നുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ഉരുവിടുകയാണ്. അപ്പോൾ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ സംഭാഷണങ്ങളുടെ പ്രത്യേകത അറിയാൻ അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സംഭാഷണമാണ്. മെയ് 11, അതായത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണ്. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു ചേർന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ദിവസം. മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നും മനസ്സിലാക്കിയ ആദ്യത്തെ ദിവസം. അപ്പം സുകുമാരൻ സാറിന്റെ രാജൻ എന്ന കഥാപാത്രം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കൽപ്പണിക്കാരനായിട്ട് തൊഴിലെടുത്ത ആദ്യത്തെ ദിവസം അത് എഴുതുന്ന ഒരു ഡയറി കുറിപ്പാണ് ദുബായിലെ രാജൻ എഴുതുന്നത്. അങ്ങനെ നിരവധി സംഭാഷണങ്ങൾ. അപ്പൊ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പം ഈ വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്നെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിട്ട് ഒരു തിരശ്ശീലയും വെള്ളിത്തിരയും വരണം. പക്ഷെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ദിവസം അത് വരും. അത്തരം അനുഭവങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഒരു ദിവസം പ്രിയൻ സാറിൻ്റെ ഒരു കോളായിരുന്നു രാത്രി. ഹരീഷ്, ഞാനിങ്ങനെ ഓളവും തീരവും ചെയ്യുന്നു, എൻ്റെ കുഞ്ഞാലിയുടെ മുഖം നിന്റേതാണ്, വരണം. അപ്പോൾ കുറേ നേരം എനിക്ക് മുണ്ടാട്ടം മുട്ടിപ്പോയി. കാരണം അത്രയും ആഗ്രഹിച്ച സാറിന് നമ്മളെ നമ്മൾ വരികയാണ്. പിന്നെ നേരെ ആ കഥാപാത്രം അന്ന് ചെയ്ത ജോസ് പ്രകാശ് സാറിൻ്റെ മകനെ കണ്ട് അദ്ദേഹത്തെ കൂട്ടിയ കല്ലറയിൽ പോയി ഒരു മൗനാനുവാദം വാങ്ങി. അതിനുശേഷം എം ഡി സാറിൻ്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങി. അങ്ങനെയാണത് തുടങ്ങിയത്. ഏതായാലും ഞങ്ങളുടെ ഓളവും തീരത്തിനും മാത്രമല്ല മനോരഥകളിലെ മുഴുവൻ സിനിമയിലെയും അണിയർ പ്രവർത്തകർക്കും നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് എം ഡി സാറിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നിർത്തുന്നു. താങ്ക് യു ഹരീഷേട്ട. ഒരു നിമിഷം ഒന്ന് നിൽക്കണം. ഈ സിനിമയുടെ ബാക്കി അണിയറ പ്രവർത്തകർ കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീ വിനോദ് കോവൂർ, ശ്രീ ജയരാജ് കോഴിക്കോട്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സുരഭി ലക്ഷ്മി, ദുർഗ കൃഷ്ണ, ശ്രീ സാബു സിരൽ എന്നിവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓളവും തീരവും എന്ന സിനിമയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇവരെല്ലാവരും. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയദർശൻ സാറിനെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Mr. Puneet Goenka will now give a token of appreciation. ശ്രീ സാബു സിറിൽ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. 1000 wishes to MD sir. I think it's a great honor which I have received to be a part of this work. I think second generation or third generation. I think my uncle had done films with the Murapadna. My uncle was the director. And thank you so much for making me a part of this film. I think I should thank Priyadarshana also for giving me a chance to be a part of your films. താങ്ക് യു സർ. സാബു സിറിൽ സാറിന് ശ്രീ പുനീത് സമ്മാനം നൽകുകയാണ്. അടുത്തതായി the memento will be given to a national award winning the very beautiful Surabhi Lakshmi. Shri Vinod Kovoor. അടുത്തതായി ഈ സിനിമയിൽ നായികയായി അഭിനയിച്ചിരിക്കുന്ന the very beautiful Durga Krishna. Last but not the least, Shri Jayaraj Kozhikode. Thanks to the entire cast and crew of Olavum Theeravum, അതിമനോഹരമായ ഒരു ക്ലാസിക് എം പി സാറിന്റെ രചനയിൽ പ്രിയദർശൻ സാറിന്റെ സംവിധാന മികവിൽ സ്ക്രീനിലേക്ക് എത്തിക്കുന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രശാന്ത് മാധവ്, എഡിറ്റർ മനോജ് കോന്നർ ആൻഡ് നന്ദകിഷോർ എസ്. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഉമേഷ് ബാൻസൽ.
സദസ്സിലെ എല്ലാവർക്കും നമസ്കാരം. ഈ നിൽക്കുന്നത് ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭമാണ്. അതിന് എന്നെ ഇടയാക്കിയ എൻ്റെ ഡയറക്ടർക്ക് ആദ്യം ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ ഇത് പറയാനും നിൽക്കാനും സാധിച്ചത് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം ശ്രീ ഔസേപ്പച്ചൻ സാർ ഉണ്ട് ഈ ഒരു വേദിയിൽ 2 വാക്ക് സംസാരിക്കാനായിട്ട്. ഔസേപ്പച്ചൻ സാർ പ്ലീസ്. MT സാർ ഇവിടെ ഇല്ല, എങ്കിലും അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരുകയാണ്. 1985 ആരംഭിച്ച ഒരു ആഗ്രഹം 39 കൊല്ലത്തിന് ശേഷം ഇവിടെ സാധിച്ചു. അതിന് കാരണക്കാരനായ ഒരു വ്യക്തി എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്, മിസ്റ്റർ ശ്യാം പ്രസാദ്. അദ്ദേഹത്തിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും once again താങ്ക്സ് a lot. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇതിന്റെ എല്ലാ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിറഞ്ഞ കൈഡി കൊടുത്തുകൊണ്ട് ഈ ടീമിനെ നമുക്ക് യാത്രയാക്കാം. അടുത്തതായി ശ്രീ രോഹൻ ദേവിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി MT സാറിന് സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. വിഷിംഗ് യു ഗുഡ് ഹെൽത്ത്, ഹാപ്പിനെസ് ഓൾവേസ്. ഞാൻ മഹേഷിന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നിവിടെ കേട്ട മലയാളം ഞാൻ അതിന് മാച്ച് ചെയ്യാൻ നോക്കിയ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആൻഡ് ആസ് കമ്മ്യൂണിക്കേറ്റഡ് ആസ് പോസിബിൾ. വളരെയധികം അഭിമാനമുണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. MT സാറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, പഞ്ചാബിനി. ഡയറക്ടർ ഹരിഹരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് getting the opportunity to work with someone as talented as Mahesh Narayanan and to work with Fahad Fazil. ചെറുപ്പത്തിലെ കണ്ട പരിചയമാണ് എനിക്ക് ഫഹദ്. സോ ഇറ്റ് വാസ് എക്സ്ട്രീംലി എന്താ പറയുക, വെരി ഹാർട്ട് വാർമിംഗ് എക്സ്പീരിയൻസ്. മഹേഷ് ഞാൻ എപ്പോഴും സെറ്റ് പിടിച്ചുകൊണ്ടിരുന്നത് സകലകല വല്ലഭനാണ്, ബിക്കോസ് he was part of the DOP and the editing and the direction. But വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റാണ്. Fahad is playing the lead, and most importantly the other lead is a Pooja. Pooja is the padhathinte title തന്നെ Sherlock. And but thank you once again, and once again a huge thanks to MT sir for having all of us on this platform. To have so many talented actors including it's almost like making a history, and I'm very, very honored to be a part of it. Thank you very much. Thank you, Nadia ma'am. Thank you so much. Thanks to the entire cast and crew of Sherlock. അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടു കൂടി തന്നെ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട്
സംഗമമായ മനോരഥങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഈ ഒരു വേദിയിൽ എത്തിച്ച